ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഇടുവാണ്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പണ്ട് അച്ഛന് അമ്മൂമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഗോതമ്പ് പൊടിയിൽ തേങ്ങാപ്പാലൊഴിച്ച് കുഴച്ചിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് റൗണ്ടായിട്ട് പരത്തി തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അച്ഛന് മധുരമൊന്നും പറ്റില്ല, ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട്. സോ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്കൊക്കെ കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ അതിൽ കുറച്ച് മധുരം കൂടി ആഡ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. പണ്ട് അമ്മൂമ്മമാരൊക്കെ ആ ചൂട് കല്ലേൽ കൈവച്ചൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റത്തില്ല, അതൊക്കെ സമ്മതിക്കണം. അതുകൊണ്ട് എന്ത് ചൂട് അതൊക്കെ. അങ്ങനെ ഞാനത് ഇലയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് ജസ്റ്റ് ചതച്ച് വെച്ച് അങ്ങനെ ഇന്ന് മാങ്ങ മീൻകറിയാണ് വെക്കുന്നത്. അപ്പം നമ്മുടെ പറമ്പിൽ ആദ്യമായിട്ടാണ് ആ മാവിൽ മാങ്ങ കിളിക്കുന്നത്. അങ്ങനെ ഞാനത് മാങ്ങ പറിക്കാൻ വേണ്ടി പോയി. ഭയങ്കര ഉറുമ്പായിരുന്നു, നല്ല ഉറുമ്പായിരുന്നു. അങ്ങനെ അത് പറിച്ച് താഴെ ഇട്ട്, അപ്പോൾ എൻ്റെ തലയിൽ നിറച്ച് ഉറുമ്പാണ്. ഞാനങ്ങനെ അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ആ മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ കറിക്ക് അരയ്ക്കാനുള്ള ഇതുണ്ടാക്കാം. അങ്ങനെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടു. അങ്ങനെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് വെള്ളവും കൂടി ഒഴിച്ച് അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ നമ്മൾ നേരത്തെ ചതച്ച ഉള്ളിയും മാങ്ങയും പച്ചമുളകും ഇട്ടു. പിന്നെ നേരത്തെ അരച്ച് വെച്ച ഗ്രേവിയും കൂടി അതിൽ ഒഴിച്ചു. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്ത് പിന്നെ ക്ലീൻ ചെയ്ത മീൻ ഇട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഗ്യാസിലോട്ട് വെച്ച് അങ്ങനെ ചൂടാക്കാൻ വേണ്ടി അങ്ങനെ അടച്ച് വെച്ച് ലാസ്റ്റ് ഇത് തിളയ്ക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇനി മീൻ വറക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മീൻ എനിക്ക് മാത്രമേ ഉള്ളൂ, അച്ഛന് കഴിച്ചുകൂടാ. അപ്പം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും എണ്ണയും കൂടി ഒഴിച്ച് അങ്ങനെ മീൻ ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പിന്നെ എണ്ണയിൽ കൊക്കനട്ട് ഓയിലിൽ നമ്മളിതില്ലേ വെളുത്തുള്ളി ഇട്ട് വറക്കുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും ചെയ്ത് ഇനി നമുക്ക് ഇതുണ്ടാക്കാം, വിഴുക്കുവരട്ടി ഉണ്ടാക്കാം, പയറ്. അങ്ങനെ എണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മുടെ ബീൻസും ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് അങ്ങനെ ഇന്നത്തെ ഊണ് സെറ്റായി. അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു. ഫുള്ള് ഞാൻ കഴിച്ച് തീർത്ത്. പിന്നെ എനിക്കൊരു മധുരം വേണം. അപ്പോൾ